അവന്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റെവലേഷൻ ചാപ്റ്റർ 6. നേരത്തെ നമ്മൾ ധ്യാനിക്കുകയും ഓർക്കുകയും ചെയ്ത പോലെ ഭാവിയിൽ വരുന്ന ന്യായവിധികളെ കുറിച്ചാണ്. യഹോവയുടെ ദിവസം അല്ലെങ്കിൽ ദ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ നാളിൽ സംഭവിക്കുന്ന ഭീകരമായ സംഭവങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർത്തു. ആ വാക്യം ഒരാവർത്തി കൂടെ വായിച്ച് നമുക്ക് ഈ പഠനം തുടരാം. യെശയ്യാവ് 28-ന്റെ 22-ഉം 23-ഉം വാക്യത്തില്, യെശയ്യാവ് 28-ന്റെ 22-ഉം 23-ഉം വാക്യത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെട്ടതാണത്. ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങളെ മുറുകിപ്പോകാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളായിരിക്കരുത്. സർവഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ സൈന്യങ്ങളെ യഹോവേ കർത്താവിൽ നിന്ന് കേട്ടിരിക്കുന്നു. ചെവി തന്ന് എന്റെ വാക്ക് കേൾപ്പീൻ, ശ്രദ്ധ വെച്ച് എന്റെ വചനം കേൾപ്പീൻ. സർവഭൂമിയിലും വരുവാനിരിക്കുന്ന ദൈവം നിർണയിച്ച സംഹാരത്തെക്കുറിച്ച് കർത്താവിൽ നിന്ന് കേട്ടിരിക്കുന്നത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാനായിട്ട് ആവശ്യമാണ്. ഈ 6-ാം അധ്യായത്തില് നമ്മളത് പഠിച്ച് തുടങ്ങിയായിരുന്നു. വളരെ വ്യക്തമായി ദൈവം തന്റെ ജനം അത് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് മാത്രമാണ് ഇത് വെളിപ്പെടുത്തി തന്നത്. അല്ലായിരുന്നെങ്കിൽ വെളിപ്പെടുത്തി തരില്ല. ഇത് പഠിക്കുമ്പോൾ അതിൻ്റെതായ ആത്മീയ ചൈതന്യവും മാത്രമല്ല കാലഘട്ടത്തെയും വിലയിരുത്തുവാനും യേശുക്രിസ്തുവിനോട് അടുത്ത് ജീവിപ്പാനും നമ്മെ അനുവദിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ 4-5 അധ്യായങ്ങളിലെ വിഷയങ്ങളൊക്കെ ചിന്തിച്ചു. 6-ാം അധ്യായത്തില് ഏകദേശം 2 മുദ്രകളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യം, കുഞ്ഞാട് മുദ്രയിലൊന്ന് പൊട്ടിച്ചപ്പോൾ വരിക എന്ന് ഇടിമുഴക്കം പോലെ ജീവികളിലൊന്ന് കെരൂബുകൾ പറഞ്ഞപ്പോൾ ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചതുകൊണ്ട് ഇനിയും അത് വിശദീകരിക്കുന്നില്ല. എന്നാൽ ആ വെള്ളക്കുതിര നമ്മളവിടെ ശ്രദ്ധിച്ചപ്പോൾ അതിന്മേൽ ഇരിക്കുന്നവന്റെ ശിരസിൽ കിരീടമുണ്ട്, സ്റ്റെഫാനോസ്, വിജയാളിയുടെ കിരീടം. കയ്യിൽ വില്ലുണ്ട്, അമ്പില്ലേ. ദാനിയേലും മറ്റും വെളിപ്പെടുത്തിയ പോലെ ജയിക്കുന്നതിനായി അവൻ പുറപ്പെട്ടിരിക്കുകയാണ്. ദാനിയേൽ 11-21 വാക്യത്തിലെ, എങ്കിലും അവൻ സമാധാന കാലത്ത് വന്ന് ഉപായത്തോടെ രാജ്യത്വം കൈവശമാക്കും, കോപം നിവൃത്തിയാകുവോളം അവന് സാധിക്കുകയും ചെയ്യും. സമാധാന കാലത്ത് ഉപായത്തോടെ രാജ്യം കൈവശപ്പെടുത്തുകയാണ്. തന്ത്രപൂർവമായി രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് ലോകത്തിൽ എഴുന്നേറ്റ് വരുന്നൊരു വലിയ രാഷ്ട്രീയ നേതാവ്, നാം തിരുവചനത്തിൽ കൂടെ മനസ്സിലാക്കുന്ന പോലെ അന്തിക്രിസ്തു ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്നതാണ് 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വെള്ളക്കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന വ്യക്തി എന്നുള്ളത് നാം ശ്രദ്ധിക്കുകയുണ്ടായി. എന്നാൽ അതൊരു ന്യായവിധിയാണോ എന്ന് ചോദിച്ചേക്കാം. 2 തെസ്സലോനിയർ 2-ാം അധ്യായത്തിന്റെ 9-12 വരെയുള്ള വാക്യങ്ങളിൽ അന്തിക്രിസ്തുവിന്റെ പ്രത്യക്ഷത, അധർമ്മവൃത്തിയുടെ പ്രത്യക്ഷത, നശിച്ചു പോകുന്നവർക്ക് വ്യാജമായ സകല അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ വഞ്ചനയോടും കൂടെ ആയിരിക്കും. തുടർന്ന് ദൈവം പറയുന്നു, സത്യത്തെ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ മനസ്സില്ലാത്ത മനുഷ്യന് ന്യായവിധി വരുവാൻ, ഭോഷ്ക വിശ്വസിപ്പാൻ വ്യാജത്തിന്റെ വ്യാപാര ശക്തി ദൈവം അയക്കും. ഈ അന്തിക്രിസ്തുവിലെ ലോകരാഷ്ട്രങ്ങൾ വിശ്വസിപ്പാൻ ഇടയായി മാറും. അതിന്റെ കാരണം അവിടെ വെളിപ്പെടുത്തി, സത്യത്തെ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതെ അനീതിയിൽ രസിക്കുന്ന മനുഷ്യന് ന്യായവിധി വരണം. ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ സുവിശേഷം കേട്ടിട്ടും യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടും രക്ഷിക്കപ്പെടുവാൻ മനസ്സില്ലെങ്കിൽ അവസാന നാളിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ വ്യക്തി വിശ്വസിപ്പാൻ ഉതകുന്ന വിധത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല ഭോഷ്കിന്റെ ആത്മാവിന്റെ വ്യാപാര ശക്തിയും അയക്കപ്പെട്ട് അവനിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ, വളരെ വ്യക്തമായ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 14-ാം അധ്യായത്തിന്റെ 9 വാക്യത്തിലെ, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുകയും നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ഈ ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്ക് കുഞ്ഞാടിന് മുമ്പാകെ അഗ്നിഗന്ധകത്തിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പോകും. മൃഗത്തെയും അതിന്റെ പ്രതിമയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്നവനും രാവും പകലും ഒരു സ്വസ്ഥത ഉണ്ടാകുകയില്ല. അന്തിക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യാതൊരു സ്വസ്ഥതയും ഇല്ലാതെ രാവും പകലും ദണ്ഡനം അനുഭവിക്കുമെന്ന് വചനത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ ഏറ്റവും ഭയാനകമായ ഒരു മുന്നറിയിപ്പാണ്. ദൈവം സത്യം വിശ്വസിക്കാത്ത മനുഷ്യൻ ഭോഷ്ക് വിശ്വസിപ്പാൻ ഇടയാക്കി തീർക്കും. അപ്പോൾ അന്തിക്രിസ്തുവിന്റെ പ്രത്യക്ഷത ലോകത്തിന് ന്യായവിധിയാണ്. 3-ാം വാക്യത്തില് 2-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു, ചുവന്ന ഒരു കുതിര. മാത്രമല്ല ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുന്നു, അന്യോന്യം കൊല്ലുവാൻ അധികാരം കൊടുക്കുന്നു. നമ്മൾ വലിയൊരു വാളും കിട്ടി. നമ്മൾ ആ വിഷയങ്ങൾ ചിന്തിച്ചു. പരസ്പരം കൊല്ലുവാൻ ഇന്നത്തെ ടെററിസം മറ്റും അതിന്റെ വാസ്തവത്തിൽ ബേസ് അല്ലെങ്കിൽ അടിസ്ഥാനം നിരത്തിക്കഴിഞ്ഞു എന്നുള്ളത് കണ്ടു. അതുകൊണ്ട് ആ ഭാഗം ഇടട്ടെ. വലിയ യുദ്ധങ്ങളാണ്.
സമാധാനമെന്ന് നിർഭയെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വന്ന പോലെ പെട്ടെന്ന് ഭവിക്കും. പീഡന കാലഘട്ടത്തിന്റെ അന്തിക്രിസ്തു സമാധാനം സ്ഥാപിച്ചത് പെട്ടെന്ന് നശിച്ച് പരസ്പര യുദ്ധങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും ലോകം ഒരു 3.5 വർഷമെങ്കിലും യുദ്ധത്തിൽ വലിച്ചിഴക്കപ്പെടുന്ന ഒരു കാലഘട്ടം. ഏത് യുദ്ധം നടക്കുമ്പോഴും അതോട് ചേർന്ന് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണ് ക്ഷാമം. അതിന്റെ പല കാരണങ്ങളുണ്ട്. ഭൂമി കൃഷി ചെയ്യുന്ന പുരുഷന്മാർ മിക്കവാറും യുദ്ധസ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെടും. മാത്രമല്ല, പൂഴ്ത്തിവയ്പ്പുകളും അതുപോലുള്ള സംഭവങ്ങളും നടക്കുകയും അനേക കൃഷിഭൂമികൾ കൃഷി ചെയ്യുവാൻ സാധ്യമല്ലാതെ വരികയും ചെയ്യുമ്പോൾ യുദ്ധങ്ങൾ നടക്കുന്ന കാലഘട്ടങ്ങളിൽ പലപ്പോഴും ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ക്ഷാമം ലോകത്തിൽ ഉണ്ടാകുന്ന കാണുന്നു. ഇവിടെയും യുദ്ധത്തോട് ചേർന്ന് ക്ഷാമം വരുന്നതാണ് 5-6 വാക്യത്തില്. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാശ കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് 1 ഇടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് 4 ജീവികളിൽ നടുവിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു. ഇവിടെ ഈ കറുത്ത കുതിര, വെള്ളക്കുതിര സമാധാനത്തിന്റെ അടയാളം, ചുവന്ന കുതിര യുദ്ധത്തിന്റെ അടയാളം, കറുത്ത കുതിര ക്ഷാമത്തിന്റെ അടയാളം. നമ്മള് വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ക്ഷാമത്തിന്റെ കാഠിന്യത്താൽ ഞങ്ങളുടെ ത്വക്ക് അടുപ്പ് പോലെ കറുത്തിരിക്കുന്നു എന്ന് വായിക്കുന്നു. ക്ഷാമത്തിന്റെ കാഠിന്യം ത്വക്ക് കറുത്തുപോയി അടുപ്പ് പോലെ കറുത്തിരിക്കുന്നു. അപ്പോൾ ആ കറുപ്പ് ക്ഷാമത്തിന്റെ സിമ്പിളാണ്. കയ്യിൽ പിടിച്ചിരിക്കുന്ന തുലാശ് റേഷനിങ് അല്ലെങ്കിൽ അപ്പം തൂക്കി കൊടുക്കുന്ന കാര്യമാണ്. ലേവ്യ പുസ്തകം 26:26, ലെവിറ്റിക്കസ് 26:26 ഒന്ന് വായിച്ചു നോക്കാം. അതൊരു മുന്നറിയിപ്പാണ് ദൈവം കൊടുത്തത്. യഹൂദന്റെ മുന്നിൽ അനുഗ്രഹങ്ങളും ശാപങ്ങളും നിരത്തി വെച്ചു. എന്നെ അനുസരിക്കുകയാണെങ്കിൽ നീ നന്മ അനുഭവിക്കും, എന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ നീ ശാപം അനുഭവിക്കും. 26:26 ഞാൻ നിങ്ങളുടെ അപ്പം എന്ന കോലൊടിച്ചിരിക്കുമ്പോൾ 10 സ്ത്രീകൾ ഒരു അടുപ്പിൽ നിങ്ങളുടെ അപ്പം ചുട്ട് നിങ്ങൾക്ക് തിരികെ തൂക്കിത്തരും. നിങ്ങൾ ഭക്ഷിച്ചിട്ട് തൃപ്തരാകുകയില്ല. ഭക്ഷണം തൂക്കിത്തരിക ക്ഷാമത്തിന്റെ കാഠിന്യം കാണിക്കുകയാണ്. എസെക്കിയേൽ പ്രവചനം 4-ാം അധ്യായം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എസെക്കിയേൽ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യത്തിലും ഈ വിധത്തിൽ അപ്പം തൂക്കിത്തരുന്നത് ക്ഷാമത്തെ കാണിക്കുന്നു എന്ന് വ്യക്തമായി ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 4-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യം, മനുഷ്യപുത്ര, അപ്പവും വെള്ളവും അവർക്ക് മുട്ടിപ്പോകേണ്ടതിന് ഓരോരുത്തൻ സ്തംഭിച്ച് അകൃത്യ നിമിത്തം ക്ഷയിച്ചു പോകേണ്ടതിനും ഞാൻ യെരൂശലേമിൽ അപ്പം എന്ന കോലൊടിക്കുകയും അവർ തൂക്കപ്രകാരം പേടിയോടപ്പം തിന്നും, അവർ അളവ് പ്രകാരം സംഭ്രമത്തോടെ വെള്ളം കുടിക്കും എന്ന് അവൻ എന്നോട് അരുളിച്ചെയ്തു. ഈ ഭാഗം വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അപ്പം തൂക്കി കൊടുക്കുകയും വെള്ളം സമ്മനത്തോട് കുടിക്കുകയും ചെയ്യുന്നതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അകൃത്യ നിമിത്തം ക്ഷയിച്ചു പോകേണ്ടി വരും. പാപത്തിന്റെ ശമ്പളമാണ്. ഈ ലോകം ദൈവത്തിന്റെ മുന്നിൽ അകൃത്യം ചെയ്തപ്പോൾ അപ്പവും വെള്ളവും ദൈവം അത് ബാധിച്ചിട്ട് ഇത് തൂക്കിക്കൊടുക്കുന്നത് വലിയ റേഷനിങ് അല്ലെങ്കിൽ വലിയ ക്ഷാമത്തെ കാണിക്കുന്നു. യേശുക്രിസ്തു മത്തായി 24:7 ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇവിടെ നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചു. കർത്താവ് ഇതൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മള് ലോകത്തിന്റെ ആ സ്ഥിതികളെ കുറിച്ച് വിലയിരുത്തുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്, താമസിയാതെ ക്ഷാമം ലോകത്തിൽ കഠിനമായി വരും. ആഫ്രിക്കൻ പ്രദേശങ്ങളിലും അഫ്ഗാന്റെ പ്രദേശങ്ങളിലും അതുപോലുള്ള സ്ഥലങ്ങളിൽ ഓൾറെഡി ക്ഷാമങ്ങൾ കടന്നു വന്നു കഴിഞ്ഞു. UN മുതലായ വലിയ സംഘടനകൾ ഈ ക്ഷാമത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കൃഷിഭൂമികൾ വരളുകയും മനുഷ്യന്റെ ജനസംഖ്യ വളരെ അത്ഭുതകരമായി സ്ഫോടനാത്മകമായി പൊട്ടി അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷാമം താമസിയാതെ വരുമെന്ന് ലോകത്തിൽ ചിന്തിക്കുന്ന മനുഷ്യനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നേരത്തെ നമ്മൾ ചിന്തിച്ചു, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ലോകത്തിലാകെ 25 കോടി ജനങ്ങളെ ഉണ്ടായിരുന്നു 2000 വർഷം മുമ്പ്. എന്നാൽ ഇന്ന് ലോകത്തിന്റെ ജനസംഖ്യ 600-നും 700-നും കോടിയിലിടയായി. മാത്രമല്ല, ഓരോ മാസവും 1 കോടി ജനങ്ങൾ കൂടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വർഷം 10 കോടി ജനങ്ങൾ ആഡ് ചെയ്യുന്നു. 10 വർഷത്തിൽ 100 കോടി ജനങ്ങൾ കൂടെ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ മനുഷ്യന് വേണ്ടവണ്ണം ഭക്ഷണം കഴിപ്പാനില്ല. ഇതിന് വളരെ രൂക്ഷമായ മറ്റൊരു പ്രശ്നം കാലാവസ്ഥയ്ക്ക് വന്ന വ്യത്യാസം. കാലാവസ്ഥയുടെ വ്യത്യാസം കൃഷിഭൂമികൾ വരണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, താമസിയാതെ ലോകം ക്ഷാമം കാണും. ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി കർത്താവിന്റെ സഭ മാറ്റപ്പെടുന്നതിനുള്ള ബന്ധത്തിൽ വളരെയധികം ക്ഷാമം വരും എന്നുള്ളത്
വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ ഇവിടെ വീണ്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. ആ ക്ഷാമത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നമ്മൾ നോക്കുമ്പോൾ അവിടെ മറ്റൊരു കാര്യം വെളിപ്പെടുത്തി. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. ഒരു പണം എന്ന് പറയുന്നത് ആ കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം അധ്വാനിച്ചാൽ കിട്ടുന്ന കൂലിയാണ്. എന്നാൽ ഒരിടങ്ങഴി, പുറപ്പാട് 16:16, ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ ആഹാരമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ഒരു ദിവസം അധ്വാനിച്ചാൽ അവന് മാത്രം ഭക്ഷിപ്പാൻ ഗോതമ്പ് മേടിക്കാൻ കിട്ടും. കുറച്ചുകൂടെ ഇൻഫീരിയറായ വില കുറഞ്ഞ ഭക്ഷണം ഇവിടെ വായിക്കുന്ന പോലെ യവം മേടിക്കുകയാണെങ്കിൽ അത് 3 ആളുകൾക്ക് കഴിക്കാനുള്ളത് കിട്ടും. അപ്പൊ ക്ഷാമത്തിന്റെ കാഠിന്യം അവിടെ കാണിക്കുന്നു. വചനത്തിൽ നമ്മൾ കണ്ടു, ഞാൻ അപ്പം എന്ന കോലൊടിക്കുമ്പോൾ ഭക്ഷണം തൂക്കിക്കൊടുക്കും എന്ന് പറയുകയുണ്ടായി. എന്നാൽ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെ നടുവിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു. ഈ ക്ഷാമം കഠിനമായ ലോകത്തിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് പറഞ്ഞത്? ഗോതമ്പും യവവും മറ്റും സാധാരണക്കാരന്റെ ഭക്ഷണത്തിന്റെ സിമ്പിളായി നിൽക്കുമ്പോൾ ഇവിടെ വായിക്കുന്ന പോലെ എണ്ണയും വീഞ്ഞും ലക്ഷറിയെ കാണിക്കുന്നതാണ്. എണ്ണയും വീഞ്ഞും ലക്ഷറിയെ കാണിക്കുന്നു. ക്ഷാമത്തിന്റെ കാഠിന്യം കൊണ്ടും വീണ്ടും ഈ ഭൂമിയിൽ നോക്കുക, ഗോതമ്പ് മുതലായ അതുപോലെയുള്ള ക്രോപ്പുകൾ നശിക്കുമ്പോൾ പിന്നെയും പിടിച്ചു നിൽക്കുന്ന ഒരു ക്രോപ്പാണ് ഈ ഒലിവും അതുപോലുള്ള വസ്തുക്കൾ മറ്റും. എന്നാൽ ഇത് എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ ഇതിന് കേടുവരുത്തരുതെന്ന് പറഞ്ഞത്? അതിന്റെ കാരണം ദൈവദാസന്മാർ ചിന്തിക്കുന്നത്, ഈ ലക്ഷൂറിയസ് ഫുഡുകള് അന്തിക്രിസ്തുവിനും അവനോട് കൂടെയുള്ളവർക്കും ലഭ്യമായിരിക്കും. നമ്മൾ 13-ാം അധ്യായത്തിൽ വരുമ്പോൾ അവന്റെ മുദ്രയുള്ളവർക്ക് വിൽക്കാനും വാങ്ങിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് വായിക്കുന്നു. വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിൽ. അപ്പോൾ അന്തിക്രിസ്തുവിനോട് കൂറു പുലർത്തുന്നവർക്ക് വിൽപ്പനയും വാങ്ങലും ക്ഷാമത്തിന്റെ മധ്യത്തിലും നടക്കുമ്പോൾ എണ്ണയും വീഞ്ഞും, നമ്മള് ഗൾഫ് രാജ്യങ്ങളിൽ രാജാക്കന്മാർ ഭരിക്കുന്നിടത്തൊക്കെ ചെന്നാലും അവരോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എപ്പോഴും ഒരു പ്രത്യേക പദവിയും പ്രത്യേക പ്രൊവിഷനും ഒക്കെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെയാണ് ഇവിടെയും വായിക്കുന്നത്. ഒരിക്കൽ ഈജിപ്തിലായിരുന്ന യഹൂദന്മാർ, യാക്കോബിന്റെ കുടുംബം ഈജിപ്തിലായിരുന്നു. വളരെ ക്ഷാമം കൊണ്ട് യാക്കോബിന്റെ പുത്രന്മാർ ഈജിപ്തിൽ യോസഫിന്റെ അടുക്കൽ ഭക്ഷണത്തിന് പോകുമ്പോൾ ആ ക്ഷാമമുള്ള പ്രതലത്തിൽ നിന്ന് ഉൽപ്പത്തി 43:11 നമ്മൾ വായിക്കുന്നുണ്ട്, ആ മിസ്രൈമിലെ മേൽത്തരമായ ദേശത്തിന്റെ വിശേഷ വസ്തുക്കളിൽ ചിലത് നീ യോസഫിനെ കൊണ്ട് കാഴ്ചവെക്കാനായിട്ട് യാക്കോബ് മക്കളോട് പറയുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നു, ബദാമണ്ടി, ബോധനണ്ടി മുതലായ ആ ലക്ഷൂറിയസ് ഫുഡുകള് ആ ക്ഷാമം നിലനിന്ന കനാന്റെ പ്രദേശത്ത് നിന്ന് യാക്കോബിന്റെ മക്കളെ യോസഫിനെ കൊണ്ട് കൊടുക്കുന്ന കാണും. ഇവിടെയും നമ്മൾ ഈ ക്ഷാമം കൊടികുത്തി വാഴുമ്പോഴും എണ്ണയും വീഞ്ഞിനും കേടുവരുത്തുന്നില്ല എന്ന് പറയുമ്പോൾ അന്തിക്രിസ്തുവിനോട് കൂറുപുലർത്തി നിൽക്കുന്നവർക്ക് ആ ലക്ഷൂറിയസിൽ വീണ്ടും സ്വാതന്ത്ര്യം ഉണ്ട്, കിട്ടുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചന കൂടെ ലഭിക്കുകയാണ്. സാമാന്യ ജനം വലിയ പട്ടിണിയിലേക്ക് മാറ്റപ്പെടും. അടുത്തതായിട്ട് ലോകത്തിൽ വരുന്ന ഭയങ്കരമായ മറ്റൊരു കാര്യം, 4-ാം ജീവി പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4 ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. മത്തായി 24:7 യേശുക്രിസ്തു അതിന്റെ സൂചന തന്നിട്ടുണ്ട്. ഇവിടെ ഈ റൈഡർ, അതായത് ആദ്യം ഒരു വെള്ളക്കുതിരയിൽ ഓടിക്കുന്ന ആള്, പിന്നെ ഒരു ചുവന്ന കുതിരയിൽ ഓടിക്കുന്ന ആള്, പിന്നെ ഒരു കറുത്ത കുതിരയിൽ ഓടിക്കുന്ന ആള്, ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ മഞ്ഞളിച്ച, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പെയിൽ ഹോഴ്സ് എന്ന ക്ലോറോസ് എന്നാണ് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന ക്ലോറോസ്. അതിന്റെ ആശയം എന്തെന്നുള്ളത് പിന്നെ നമുക്ക് നോക്കാം. ഒരു മഞ്ഞയും പച്ചയും കൂടെ ചേർന്ന് മഞ്ഞളിച്ചിരിക്കുന്ന ഒരു നിറമാണ്. ഒരു ടെറർ, ഭീതി പരത്തുന്ന ശവത്തിന്റെ മഞ്ഞളിപ്പിന്റെ നിറമാണ്. ഈ യാത്രക്കാരന് മാത്രമേ, ഈ കുതിരപ്പുറത്തിരിക്കുന്നവന് മാത്രമേ ഒരുത്തൻ ഫോളോ ചെയ്യുന്നുള്ളൂ. ആ ഫോളോ ചെയ്യുന്ന ആരാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്, മഞ്ഞക്കുതിര അതിന്മേൽ ഇരിക്കുന്നതിന് മരണമെന്ന് പേര്, പാതാളമാണ് അവനെ പിന്തുടരുന്നത്. നമുക്ക് ആ വിഷയം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. മരണത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. കർത്താവ് യേശുക്രിസ്തു മത്തായി 24:7 വാക്യത്തിൽ ഓർപ്പിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു, എന്നാൽ ഒന്നുകൂടെ വായിച്ചേക്കാം. 24:7 വാക്യത്തില് യുദ്ധം മൂലം ക്ഷാമം, ഭൂകമ്പം, പകർച്ചവ്യാധികൾ, പിന്നീട് ലൂക്കോസിൽ രേഖപ്പെടുത്തുമ്പോൾ ടെററിസം, ഇന്ന വസ്തുക്കൾ കൊണ്ട് എന്ന് കർത്താവ് പറയുന്നുണ്ട്. അത് വർദ്ധിച്ചു വരുന്നു. അതിന്റെ മൂർധന്യാവസ്ഥ ഇവിടെ കടന്നു വരികയാണ്.
എന്നാൽ ഇവിടെ പറയുമ്പോൾ ഈ മഞ്ഞളിച്ച കുതിരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഓർത്തു, ആ ഗ്രീക്ക് വാക്കിൽ ക്ലോറോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് നമുക്ക് ക്ലോറിൻ എന്ന ആ വാക്ക് ഇംഗ്ലീഷിൽ കിട്ടിയിരിക്കുന്നത്. ക്ലോറിൻ അത് കെമിക്കൽ വാർഫെയറിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ രാസായുധങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരായുധ ശേഖരത്തിൽ പെട്ടതാണ് ക്ലോറിൻ. നമ്മളത് നിസ്സാരമായി ചിന്തിപ്പാനായിട്ട് സാധിക്കില്ല. ആറ്റം ബോംബ് പോലെ തന്നെ ഭീകരമായ ഒരു ആയുധമാണ് ക്ലോറിൻ ഉള്ള ക്ലോറോസ് അല്ലെങ്കിൽ കെമിക്കൽ വെപ്പൺ. മലയാള മനോരമയിൽ വന്ന ഒരു വാർത്ത ഞാൻ നോട്ട് ചെയ്തു. 2003 ജാനുവരി 21 മനോരമയിൽ വന്നത് ഞാനത് പ്രത്യേകം കുറിച്ചു വെക്കുകയുണ്ടായി. മനോരമയിൽ വന്ന വാർത്ത, റഷ്യക്ക് മാത്രം 40,000 ടൺ കെമിക്കൽ വെപ്പണുണ്ട്. റഷ്യക്ക് മാത്രം 40,000 ടൺസ് ഓഫ് കെമിക്കൽ വെപ്പൺ. അന്തർദേശീയമായ ഈ രാസായുധങ്ങളുടെ നിയന്ത്രണത്തിന് രാഷ്ട്രങ്ങൾ കൂടിയപ്പോൾ അതിനുള്ള ബന്ധത്തിലാണ് ഈ വാർത്ത പത്രത്തിൽ വന്നത്. ഈ രാസായുധങ്ങൾ നശിപ്പിക്കാമെന്ന് റഷ്യ സമ്മതിച്ചു. എന്നാൽ അവർക്ക് നശിപ്പിക്കാൻ പണമില്ല. 97 അമേരിക്ക $45 കോടി അവർക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചു. കൊടുക്കാൻ തുടങ്ങി. 60 ടൺ കെമിക്കൽ ഈ വെപ്പൺ മാത്രം റഷ്യ നശിപ്പിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കി, 40,000 ടൺ കെമിക്കൽ വെപ്പണിൽ 60 ടണ്ണ് മാത്രമാണ് റഷ്യ നശിപ്പിച്ചിരിക്കുന്നത്. നമുക്കതിന്റെ ഭീകരത്വം ചിന്തിപ്പാൻ കഴിയും. ലോകത്തിലുള്ള മനുഷ്യനെ കൊന്നൊടുക്കുവാൻ സാദം ഹുസൈൻ കെമിക്കൽ വെപ്പൺ ഉണ്ടാക്കുന്നുണ്ട്, ബയോളജിക്കൽ വെപ്പൺ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് അമേരിക്കയും മറ്റും ഭീതി കൊണ്ടാണ് അവിടോട്ട് കയറുന്നത്. ഇന്നും ലോകത്തില് ഇതിന്റെ സ്റ്റോക്ക് പയല് വളരെ കൂടുതലാണ്. ഇവിടെ നോക്കുക, രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭൂമിയിൽ 1/4 മനുഷ്യൻ മരിച്ചു പോവുകയാണ്. അത് ഭീകരമായ ഒരു സംഖ്യയാണ്. നമ്മൾ അതിന്റെ ഗൗരവം പലപ്പോഴും ചിന്തിക്കാറില്ലേ? ആ ഗൗരവം ചിന്തിക്കാൻ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ അത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. 1-ാം ലോകമഹായുദ്ധ കാലത്ത് ലോകത്തിൽ മരിച്ചിരിക്കുന്ന മനുഷ്യൻ 8 മില്യനാ, അതായത് 80 ലക്ഷമേ ഉള്ളൂ. 2-ാം ലോകമഹായുദ്ധ കാലത്ത് ലോകത്തിൽ മരിച്ചിരിക്കുന്ന ജനങ്ങള് 78 മില്യനാ, 780 ലക്ഷമേ ഉള്ളൂ. അതായത് മനുഷ്യന്റെ ഉൽപ്പത്തി തുടങ്ങി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. യുദ്ധങ്ങളിൽ കൂടെ മരിച്ചിരിക്കുന്ന ജനസംഖ്യ കണക്കാക്കിയാൽ 20 കോടി അധികമില്ല, 200 മില്യൺ. 20 കോടിയിലധികം ആളുകളില്ല. അതായത് മനുഷ്യന്റെ ഉൽപ്പത്തി തുടങ്ങി 1-ാം ലോകമഹായുദ്ധ, 2-ാം ലോകമഹായുദ്ധ, പിന്നെ നടന്നിട്ടുള്ള യുദ്ധങ്ങളിലൊക്കെ മനുഷ്യൻ മരിച്ചിരിക്കുന്നത് ആകെ 20 കോടിയാണ്. എന്നാൽ ഇന്ന് ലോകത്തിന്റെ ജനസംഖ്യ 700ഓളം ആകാൻ പോവുകയാണ്. ഈ 600 കോടിയിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, കാലാംശം 1/4 മരിക്കുക എന്ന് പറഞ്ഞാൽ 150 കോടി മരിക്കും. നമ്മളതിന്റെ വലിപ്പം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മനുഷ്യന്റെ ഉൽപ്പത്തി തുടങ്ങി യുദ്ധത്തിൽ മരിച്ചിരിക്കുന്ന ജനങ്ങൾ 20 കോടിയേ ഉള്ളൂ. എന്നാൽ ഈ പറയുന്ന കാലഘട്ടത്തിൽ പകർച്ചവ്യാധികളും ഈ ക്ഷാമവും കുടികൊള്ളുമ്പോൾ ഇവിടെ വായിക്കുന്നു, വാളുകൊണ്ടും, അതായത് യുദ്ധം, ക്ഷാമം കൊണ്ടും വ്യാധികൾ കൊണ്ടും പെസ്റ്റിലിൻസ് കൊണ്ടും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽ വെപ്പൺസ് കൊണ്ടും 150 കോടി ജനങ്ങളെയെങ്കിലും കൊല്ലുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ മരിക്കുന്ന മരണത്തിന്റെ സംഖ്യയുടെ ഭീകരത്വം വളരെ വലുതായിരിക്കും. എന്നാൽ ഇവിടെ പ്രത്യേക ഒരു പദം പറഞ്ഞിരിക്കുന്നു, കാട്ടുമൃഗങ്ങളും കൊണ്ടും മനുഷ്യൻ മരിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കാട്ടുമൃഗങ്ങളെ കൊണ്ട് മരിക്കുന്നു. ഈ ആധുനിക ലോകത്തിൽ ഇവിടെ നോക്കിയാൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, വാളുകൊണ്ട്, ക്ഷാമം കൊണ്ട്, മഹാവ്യാധി കൊണ്ട്, ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും. എന്തുകൊണ്ടാണ് ഈ കാട്ടുമൃഗങ്ങളെ കൊണ്ട് മനുഷ്യൻ മരിക്കുന്നത്? ഈ ഭീകരമായ ആയുധങ്ങളും ഈ ഭീകരമായ വിപത്തുകളും സംഭവിക്കുമ്പോൾ കാട്ടുമൃഗങ്ങളെ കൊണ്ടും മനുഷ്യൻ മരിക്കും. നമുക്ക് വീണ്ടും ദൈവം യഹൂദനോട് കൽപ്പിച്ചു, എന്റെ വാക്കനുസരിച്ചാൽ ദേശത്ത് പാർത്ത നന്മ അനുഭവിക്കും. നീ എന്റെ വാക്കനുസരിക്കാതെ വന്നാൽ ന്യായവിധി നടത്തുന്ന 4 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് വായിക്കാം. ലേവ്യ പുസ്തകം 26-ാം അധ്യായം. ലേവ്യ പുസ്തകം 26-ാം അധ്യായം. ഇത് അവിചാരിതമായിട്ട് വന്നതല്ല അവിടെ എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 21 തൊട്ടുള്ള വാക്യം നമുക്ക് വായിക്കാം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 22-ാം വാക്യം, ഞാൻ നിങ്ങളുടെ ഇടയിൽ കാട്ടുമൃഗങ്ങളെ അയക്കും, അവ നിങ്ങളുടെ മക്കളില്ലാത്തവരാക്കുകയും നിങ്ങളുടെ കന്നുകാലികളെ നശിപ്പിക്കുകയും നിങ്ങളുടെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും. 25-ാം വാക്യം, എന്റെ നിയമത്തിന്റെ പ്രതികാരം നടത്തുവാൻ വാൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ വരുത്തും. വീണ്ടും 25-ാം വാക്യത്തിൽ, നിങ്ങൾ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ മഹാമാരി അയക്കും, പെസ്റ്റിലൻസ്. 26-ാം വാക്യം, ഞാൻ നിങ്ങളുടെ അപ്പം എന്ന കോലൊടിക്കുമ്പോൾ നിങ്ങളുടെ 10 സ്ത്രീകൾ ഒരു അടുപ്പിൽ നിങ്ങൾക്ക് അപ്പം ചുട്ട് നൽകുക, തിരികെ തൂക്കിത്തരും, നിങ്ങൾ ഭക്ഷിച്ചത് തൃപ്തരാകുകയില്ല, ക്ഷാമം.
ഈ 4 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 22-ാം വാക്യത്തിൽ കാട്ടുമൃഗം, 25-ാം വാക്യത്തിൽ വാള്, 25-ാം വാക്യത്തിൽ മഹാമാരി, 26-ാം വാക്യത്തിൽ ക്ഷാമം. ഈ 4 കൂട്ടം കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ അയക്കും. സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞ് ഈ ലോകത്തിൽ നടക്കുന്ന ഈ പീഡന കാലഘട്ടത്തിന് ജെരമ്യാവ് പറഞ്ഞിരിക്കുന്ന പേര് തന്നെ യാക്കോബിന്റെ കഷ്ടകാലം. ഈ വചനത്തിൽ പറഞ്ഞ ആ വാക്യങ്ങൾ ആശ്ചര്യമായി നിവർത്തിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഈ കാട്ടുമൃഗങ്ങളും ഇറങ്ങി മനുഷ്യനെ ഭക്ഷിക്കുന്നത്? മാൻ ഈറ്റേഴ്സ് ആയിട്ട് ഈ മൃഗങ്ങളൊക്കെ തീരുന്നത് അവയ്ക്ക് ഭക്ഷണമില്ലാതെ വരുമ്പോഴാണ്. നമ്മളത് കുറച്ചുകൂടെ കഴിയുമ്പോൾ വചനത്തിൽ വായിച്ചാൽ അറിയാം, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോകും എന്ന് പറഞ്ഞാൽ ഒരു ജീവികൾക്കും തിന്നുവാൻ ഭക്ഷണമില്ലാതെ വരും. മനസ്സിൽ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മളത് വായിക്കുന്നുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള സകല പച്ചപ്പുല്ലും കരിഞ്ഞു പോകും, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോകും, മലകൾ കടുംതൂക്കായിട്ട് നിലം പതിച്ചു. ഭൂമിയിലെ വിറച്ചിട്ട് മലകളൊക്കെ ലെവലാകുമ്പോൾ, ഈ മൃഗങ്ങളൊക്കെ അവിടെ നിന്ന് ഓടിയിറങ്ങുമ്പോൾ, അവയ്ക്ക് അവയുടെ ആ ജീവിത രീതികൾക്ക് തന്നെ വ്യത്യാസം വരുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് പിടിക്കാനായിട്ടുള്ള പിന്നെ വസ്തുത മനുഷ്യനായിരിക്കും. മനുഷ്യനെ അവൻ പിടിക്കാൻ തുടങ്ങും. അങ്ങനെ മനുഷ്യരെ കൊന്ന് കാട്ടുമൃഗങ്ങൾ കൊല്ലുന്ന ഒരു കാലഘട്ടം കൂടെ ആയിരിക്കും ഈ പീഡന കാലഘട്ടം. പുരാതന കാലത്തിലൊക്കെ മനുഷ്യനെ പിടിക്കുന്ന പുലികളെ കുറിച്ചും മനുഷ്യനെ പിടിക്കുവാൻ മൃഗങ്ങൾ ഇറങ്ങുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ അത് ആധുനിക കാലത്തിലും സംഭവിക്കും എന്നുള്ളത് വചനം ലേവ്യ പുസ്തകത്തിലും വെളിപ്പാട് പുസ്തകത്തിലും ദൈവം മുന്നറിയിപ്പായിട്ട് നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞപ്പോൾ ഈ മരണത്തെ പിന്തുടരുന്നത് പാതാളമാണ്. 8-ാം വാക്യത്തിലെ മരണത്തെ പിന്തുടരുന്നത് പാതാളമാണ്. എന്തുകൊണ്ടാണ് പാതാളം പിന്തുടരുന്നത്? അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പാപികളെ ദൈവം ന്യായം വിധിക്കുന്ന ഒരു കാലഘട്ടമാണ്. പാപികൾ മരിച്ചാൽ അവരുടെ ആത്മാക്കൾ പാതാളത്തിലേക്ക് പോകുന്നു. ലൂക്കോസ് 16:23 ധനവാൻ മരിച്ചു, പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിലാണ് യെശയ്യാവ് 5-ാം അധ്യായത്തിൽ ഒരു പദപ്രയോഗമുണ്ട്. യെശയ്യാവ് 5:14 വാക്യം. 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് പാതാളം തൊണ്ട തുറന്ന് വിസ്താരമായി വായ് പിളർന്നിരിക്കുന്നു. അതുകൊണ്ട് പാതാളം തൊണ്ട തുറന്ന് വിസ്താരമായി വായ് പിളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന മനുഷ്യനെ മുഴുവൻ വിഴുങ്ങുവാൻ കൊതിച്ചുകൊണ്ട് വായ് പിളർന്നിരിക്കുന്ന പാതാളം. സദൃശ്യവാക്യം 27:20 നമ്മൾ വായിക്കുന്നുണ്ട്, പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരില്ല. സദൃശ്യവാക്യം 27:20. എത്രയോ കോടാനുകോടി ജനങ്ങളെ ഈ പാതാളം വിഴുങ്ങിയിട്ടുണ്ട്. പീഡന കാലഘട്ടത്തിൽ അവൻ വിഴുങ്ങുന്ന മനുഷ്യന് എത്ര വലിയൊരു സംഖ്യ ആയിരിക്കും. അവൻ തൊണ്ട തുറന്നിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഈ പാപികൾ പാതാളത്തിലോട്ട് പോകുമ്പോൾ ആ വെളിപാട് പുസ്തകത്തിൽ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അടുത്തതായിട്ട് ദൈവാത്മാവ് രേഖപ്പെടുത്തിയത് അവിടെ കാണുന്നു 9 തൊട്ടുള്ള വാക്യങ്ങളെ. ദൈവവചനം നിമിത്തം മരിച്ചുപോയവരുടെ ആത്മാക്കൾ യാഗപീഠത്തിന്റെ കീഴിലാണ്. 9 തൊട്ടുള്ള വാക്യത്തിൽ അത് വായിക്കുന്നു. അപ്പൊ നോക്കിയേ, 2 കൂട്ടം ആളുകൾ മരിക്കുന്നു. പാപികൾ മരിക്കുന്നു, വിശുദ്ധന്മാരും മരിക്കുന്നു. ആ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരികയാണ്. അതായത് പീഡന കാലഘട്ടത്തിൽ മരിക്കുന്ന മാർട്ടിയേഴ്സ്, വിശുദ്ധന്മാരുടെ ആത്മാക്കളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ 9 തൊട്ടുള്ള വാക്യം 11 വരെ വായിക്കാം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളനിലയെങ്കിൽ കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്നതുകയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. ഇവിടെ 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ അവിശ്വാസികളുടെ ആത്മാക്കൾ എങ്ങോട്ട് പോകുന്നു? പാതാളത്തിലേക്ക് പോകുന്നു. പാതാളം പിന്തുടരുന്നു. പാതാളം തൊണ്ട തുറന്നിരിക്കുന്നു. എന്നാൽ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യ നിമിത്തവും വലിയൊരു സമൂഹം ഈ ഭൂമിയിൽ മരിക്കും. അവരുടെ ആത്മാക്കൾ യാഗപീഠത്തിന്റെ കീഴിൽ ദൈവസന്നിധിയിൽ കാണപ്പെടുകയാണ്. കർത്താവായ യേശു ക്രിസ്തു മത്തായി 24:9-10 വാക്യത്തിൽ യഹൂദനോട് ഇത് ഓർപ്പിച്ചത് നമുക്ക് വായിപ്പാൻ സാധിക്കും. അന്ന് അവർ നിങ്ങളെ ഉപദ്രവിച്ച് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളെ നിങ്ങളെ പായിക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. നോക്കുക, ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. അന്ന്, ഇന്നല്ല, അന്ന്. കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്
ഈ ഭൂമിയുടെ മൂർധന്യാവസ്ഥ സംഭവിക്കുന്ന, ഈ കാലഘട്ടത്തിന് മൂർധന്യാവസ്ഥ സംഭവിക്കുന്ന പീഡന കാലഘട്ടമാണ്. അന്ന് മരണത്തിനേൽപ്പിക്കും. യഹൂദൻ വലിയൊരു സമൂഹം മരിക്കുകയാണ്. അല്ല, ഇവിടെ മരിക്കുന്ന സന്ദർഭത്തിൽ കർത്താവായ യേശുക്രിസ്തു അവിടെ അതോട് ചേർത്ത് പറഞ്ഞത് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലും അറിവില്ലാത്തവർക്ക് വേണ്ടി, പരിചയമില്ലാത്തവർക്ക് വേണ്ടി ആ വാക്യം വായിക്കാം. അതിന്റെ 13-14 വാക്യം. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഇവിടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയാണ്. വിശ്വാസവും സഹിഷ്ണുതയും. അവസാനത്തോളം സഹിച്ചു നിൽക്കുക. വെളിപ്പാട് ദിവസം 13:10 ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. വെളിപ്പാട് ദിവസം 14:12 ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫെയ്ത്ത് ദാറ്റ് ഈസ് നീഡഡ്, ബട്ട് പേഷ്യൻസ് ഈസ് ഓൾസോ നീഡഡ് ടു സേവ് യുവർ സോൾ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ടൈം. പീഡന കാലഘട്ടത്തിൽ അവിടെ രക്ഷിക്കപ്പെടണമെങ്കിൽ അവർ അവസാനത്തോളം സഹിച്ചു നിൽക്കണം. വിശ്വസിക്കുക മാത്രമല്ല, സഹിച്ചു നിന്നെങ്കിലേ രക്ഷിക്കപ്പെടുകയുള്ളൂ. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ച പോലെ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. 7-ാം അധ്യായത്തിൽ നമ്മളത് പഠിക്കാൻ പോവുകയാണ്. ആരാണ് പ്രസംഗിക്കുന്നതെന്നൊക്കെ 7-ാം അധ്യായത്തിൽ അത് കാണാം. കൃപയുടെ സുവിശേഷം അവസാനിച്ചിട്ട് വീണ്ടും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. സ്നാപക യോഹന്നാനും ശിഷ്യന്മാരും ഒക്കെ ഈ ലോകത്തിൽ പ്രസംഗിച്ച സുവിശേഷം രാജ്യത്തിന്റെ സുവിശേഷമാണ്. രാജാവ് വരുന്നു, ഒരുങ്ങുക, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞു. അവർ രാജാവിനെയും രാജ്യത്തെയും തിരസ്കരിച്ചു. രാജ്യം നീട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്തു രാജ്യം സ്ഥാപിക്കുന്നത്. രാജാവ് ഭൂമിയിലേക്ക് വന്ന് രാജ്യം ഏറ്റെടുക്കുന്നത് മാറ്റിവെച്ചിട്ട് ഒരു ഇടകാലഘട്ടം, സഭാ കാലയളവുണ്ടായി. ആ കാലഘട്ടങ്ങളിൽ കൃപയുടെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. എന്നാൽ കൃപയുടെ സുവിശേഷം അവസാനിക്കുന്നു. ദൈവ സഭയുടെ പണി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ വീണ്ടും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. അതാണ് കർത്താവിടെ ഓർപ്പിച്ചത്. രാജ്യത്തിന്റെ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും സകല ജാതികൾക്കും സാക്ഷ്യത്തിനായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. ഇന്ന് കൃപയുടെ സുവിശേഷം ലോകത്തിലെല്ലായിടത്തും ചെല്ലത്തില്ലേ. എന്നാൽ അന്ന് പീഡന കാലഘട്ടത്തിൽ ഇളകിമറിഞ്ഞ ലോകത്തിൽ ദൈവം പ്രത്യേകാൽ എൻപവർ ചെയ്ത, കൊല്ലുവാൻ സാധ്യമല്ലാത്ത ദൈവദാസന്മാരുടെ ശുശ്രൂഷ മൂലം ഈ സുവിശേഷം ലോകത്തിലെല്ലായിടത്തും കടന്നു ചെല്ലും. അന്ന് ഈ സുവിശേഷം കേൾക്കുമ്പോൾ വരുവാനിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല, അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്ത് കഷ്ടപ്പെട്ട് അതിനോട് എതിർത്ത് നിന്ന്, സഹിച്ചു നിന്ന്, അവസാനത്തോളം സഹിച്ച് അനേകർ ആ സഹിഷ്ണുതയിൽ മരിക്കുമ്പോൾ ആ മരിച്ചുപോയവരുടെ ആത്മാക്കളെയാണ് യാഗപീഠത്തിന്റെ കീഴിൽ കാണുന്നത്. എന്നാൽ ഇവിടെ ഇവർ പ്രാർത്ഥിക്കുമ്പോൾ പ്രതികാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കിയ 10-ാം വാക്യത്തിൽ നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും. ഒന്നാമത് മനസ്സിലാക്കുക, ഈ പ്രാർത്ഥന സഭയുടെ പ്രാർത്ഥനയല്ല. സഭ ഒരിക്കലും പ്രതികാരം ചെയ്യുവാൻ പ്രാർത്ഥിക്കത്തില്ല. സഭ പ്രാർത്ഥിക്കുന്നത് അവരോട് ക്ഷമിക്കണം. കർത്താവ് യേശുക്രിസ്തു പ്രാർത്ഥിച്ച പോലെ അവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ അവരോട് ക്ഷമിക്കണം. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവനും പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. ദൈവജനം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ യഹൂദൻ പ്രതികാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. കാരണം അവർ വളരെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ. മാത്രമല്ല, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം സഹഭൃത്യന്മാരും സഹോദരന്മാരും, അത് യഹൂദനുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന പദമാണ്. സഹഭൃത്യന്മാരും സഹോദരന്മാരും, അവരുടെ സഹോദരന്മാർ ഇനിയും മരിച്ചു വരാനുണ്ട്. മാത്രമല്ല, യാഗപീഠം അത് യഹൂദനുള്ള ബന്ധത്തിലാണ്. ഇവരുടെ ആത്മാക്കൾ യാഗപീഠത്തിന്റെ കീഴിലാണ്. ഇന്ന് ദൈവമക്കൾ മരിച്ചാൽ അവരുടെ ആത്മാക്കൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോവുകയാണ്. പീഡന കാലഘട്ടത്തിൽ മരിക്കുന്ന ഈ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ സ്വർഗത്തിലെ യാഗപീഠത്തിന്റെ കീഴിലേക്ക് പോകുമ്പോൾ, ഇന്നൊരു വിശുദ്ധൻ മരിക്കുമ്പോൾ വിട്ടുപിരിഞ്ഞവൻ ക്രിസ്തുവിനോടുകൂടെയാണ്. യാഗപീഠത്തിന്റെ കീഴിലല്ല ചെല്ലുന്നത്. യാഗപീഠം യഹൂദനുള്ള ബന്ധത്തിലാണ്. അവരുടെ പ്രാർത്ഥന, ഇവിടെ പ്രതികാരത്തിന്റെ പ്രാർത്ഥന, അത് യഹൂദന്റെ പ്രാർത്ഥനയാണ്. യഹൂദൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അനേക ഭാഗത്ത് നമുക്ക് വായിപ്പാനായിട്ടുണ്ട്. സങ്കീർത്തനങ്ങളിലും മറ്റും ദൈവത്തോട് ന്യായവിധി നടത്തുവാൻ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്യങ്ങൾ ഞാൻ എടുക്കുന്നില്ല. എന്നാൽ ഇവിടെ ചോദിക്കുന്നത് ന്യായം നടത്തുവാനായിട്ടാണ്. ഹൗ ലോങ് നീ എത്രത്തോളം ന്യായവിധിയും, ഇവിടെ വായിക്കുന്ന എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും. തങ്ങൾ കഷ്ടപ്പെട്ടു, തങ്ങളെ ഉപദ്രവിച്ചു, തങ്ങളെ പീഡിപ്പിച്ചു, അവരെ സഹിക്കല്ലാതെ അവർക്ക് നിവൃത്തിയില്ലായിരുന്നു. എന്നാൽ അവർ ദൈവത്തോട് കരയുകയാണ്. ഹൗ ലോങ്, എത്രത്തോളം ഇനി നീ കാത്തു നിൽക്കും, ഞങ്ങൾ ഇത് സഹിക്കണം എന്ന് പറയുമ്പോൾ ദൈവം അവിടെ വെളിപ്പാട് കൊടുത്തു. ഇനിയും അനേകർ മരിച്ചു വരാനുണ്ട്.
സെക്കൻഡ് ഹാഫ് ഓഫ് ട്രിബുലേഷൻ പീരീഡിൽ അനേകർ മരിച്ചു വരും. അവരോട് മരിച്ച് യാഗപീഠത്തിന്റെ കീഴിൽ അവരുടെ ആത്മാക്കൾ ചെന്ന് കഴിയുമ്പോഴാണ് ദൈവം ആ ജസ്റ്റിസ് നടത്തുവാൻ, നീതി നടത്തുവാൻ, പ്രതികാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് വെള്ളയുടുപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്ന പോലെ 11-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ ഓരോരുത്തരും വെള്ളനിലയെങ്കി കൊടുത്തു, അവരുടെ എംബ്ലം ഓഫ് പ്യൂരിറ്റി. വെള്ളനിലയെങ്കി ദൈവസന്നിധിയിലുള്ള അവരുടെ പ്രാഗൽഭ്യത്തെ കാണിക്കുന്ന ആ വിശുദ്ധിയുടെ അങ്കി അവർക്ക് കൊടുക്കുകയാണ്. 12 തൊട്ടുള്ള വാക്യം നോക്കിയാൽ 6-ാമത്തെ മുദ്ര പൊട്ടിക്കുകയാണ്. 6-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ജിയോ ഫിസിക്കൽ ഫിനോമിന, ഈ ലോകത്തിൽ സംഭവിക്കുന്ന ഭയങ്കരമായ സംഭവങ്ങളാണ്. നമുക്ക് ആ ഭാഗം നോക്കാം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 7 മുദ്രയാണുള്ളത്, 6-ാമത്തെ മുദ്രയാണ് പൊട്ടിക്കുന്നത്. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകങ്ങൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചും കൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവേൻ. സിംഹാസനിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം, കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പേൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ഒരു കാര്യം വ്യക്തമാണ്, ഇത് കുഞ്ഞാടിന്റെ മഹാകോപമാണ്, ദൈവത്തിന്റെ മഹാകോപമാണ്. അത് വന്നു കഴിഞ്ഞു എന്ന ബോധം അവർക്കുണ്ട്. ആ പീഡന കാലഘട്ടം ദൈവത്തിന്റെ ക്രോധം ചൊരിയുന്നു എന്ന ആ വളരെ വ്യക്തമായ ബോധം അവർക്കുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, വലിയ ഭൂകമ്പം ഉണ്ടായി. യേശുക്രിസ്തു ഇത് തന്നെ പറഞ്ഞു. മത്തായി 24:29 മറ്റും വായിക്കുന്നു, ഭൂകമ്പം ഉണ്ടാകും. എന്നാൽ ഈ വലിയ ഭൂകമ്പം എന്ന് പറയുമ്പോൾ ഭയന്നിട്ട് മനുഷ്യനെ 16-ാം വാക്യത്തില് ഞങ്ങളെ മറപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭയപ്പെടുകയാണ്. വലിയ ഭയം മനുഷ്യനെ കടന്ന് പിടിക്കുകയാണ്. 12-ാം വാക്യത്തിൽ വായിക്കുന്നു, വലിയ ഭൂകമ്പം. ഇത് വചനത്തിൽ അനേക ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസെക്കിയേൽ 38:19 അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രയേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും, വലിയ ഭൂകമ്പം ഉണ്ടാകും. എന്നാൽ ഈ ഭൂകമ്പം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും. ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായം 7-8 വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നു. 7-8 വാക്യം, ഞാൻ അവരുടെ പ്രവൃത്തികളിൽ യാതൊന്നും ഒരു നാളും മറക്കയില്ല എന്ന് യഹോവ യാക്കോബിന്റെ മഹിമയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു. അത് നിമിത്തം ഭൂമി നടുങ്ങുകയും അതിൽ പാർക്കുന്ന ഏവരും ഭ്രമിച്ചു പോവുകയും ചെയ്ത പോലെ. താഴോട്ട് വായിക്കുമ്പോൾ 9-ാം വാക്യം, അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് എന്ന് 8-ാം വാക്യത്തിൽ, അത് നിമിത്തം ഭൂമി നടുങ്ങുന്നു, അത് നിമിത്തം ഞാൻ ഭൂമിയെ പട്ടാപ്പകൽ ഇരുട്ടാക്കുന്നു. ഏത് നിമിത്തം? അവരുടെ പ്രവൃത്തികൾ യാതൊന്നും ഒരു നാളും മറക്കയില്ലേ. പാപം ചെയ്യുന്നത് ദൈവം മറക്കയില്ലേ, ദൈവത്തെ അനുസരിക്കാതെ വരുന്നത് ദൈവം മറക്കയില്ല. അതുകൊണ്ട് അത് നിമിത്തം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ഫലമായി ദൈവം ഈ ഭൂമിയെ അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളക്കും. യെശയ്യാ 13:13 വായിക്കുന്നുണ്ട്, ഭൂമിയെ അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളക്കും. യോവേൽ 2:10 ഭൂമി കുലുങ്ങുന്നു, ആകാശം നടുങ്ങുന്നു. ഹഗ്ഗായി 2:6 കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭയങ്കരമായ കോപം ഭൂമിമേൽ പകരുമ്പോൾ ഭൂമി അതിന്റെ സ്ഥാനത്ത് നിളക്കുകയും വലിയ ഭൂകമ്പം ഉണ്ടാകുകയും പാപത്തെ ദൈവം ഓർക്കുമ്പോൾ ദൈവം ഭൂമിയെ ഭയങ്കരമായ ആ ശിക്ഷ കൊണ്ട് ഇളക്കി മറിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അന്ന് സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഉച്ചയ്ക്ക് സൂര്യൻ പ്രകാശം കൊടുക്കാതെ ചന്ദ്രൻ ഇരുണ്ടുപോകും. അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കും, പട്ടാപകൽ ഭൂമിയെ ഇരുട്ടാക്കുമെന്ന് ആമോസ് 8:9 രേഖപ്പെടുത്തി. യെശയ്യാ 13:10 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിൽ ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകും. യെശയ്യാ 50:3 ഞാൻ ആകാശത്തെ ഇരുട്ടുടുപ്പിക്കുകയും രട്ട് പുതപ്പിക്കുകയും ചെയ്യും. യോവേൽ 2:31 യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറും. മത്തായി 24:29 യേശുക്രിസ്തു പറഞ്ഞു, സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും. അപ്പോൾ ഭൂമിയെ അതിന്റെ സ്ഥാനത്ത് നിളക്കുകയും ഭയങ്കരമായ ഭൂകമ്പം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ വചനത്തിൽ മത്തായി 24:29 പറഞ്ഞു, സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും.
ആമോസ് 8:9 അത് നിമിത്തം പട്ടാപകൽ സൂര്യനെ ഞാൻ അസ്തമിപ്പിക്കും. എന്തൊരു ഭയങ്കരമായിരിക്കും! മനുഷ്യനെ പിടിക്കുന്ന ഭയം എത്ര വലുതായിരിക്കും! ഈ സന്ദർഭത്തിലാണ് മറ്റൊരു സംഭവം കൂടെ നടക്കുന്നത്. എന്താണ്? ഇവിടെ 14-ാം വാക്യത്തിൽ പുസ്തകം ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. പുസ്തകം ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. ആകാശം എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി ഈ കാലഘട്ടങ്ങളിൽ അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനായിട്ടും സാധിക്കുന്നുണ്ട്. ഒരു വാക്യം കൂടെ വായിക്കാം. യെശയ്യാ പ്രവചനം 34-ാം വാക്യം. പീഡന കാലഘട്ടത്തിൽ ദൈവം ആകാശത്തുള്ള ബന്ധത്തിൽ ചെയ്യുന്ന ഒരു കാര്യം യെശയ്യാ 34-ാമത്തെ വാക്യത്തിൽ, ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും, ആകാശം ഒരു ചുരുൾ പോലെ ചുരുണ്ടു പോകും. ആകാശം ഒരു ചുരുൾ പോലെ ചുരുളും. ഇവിടെ നമ്മൾ വായിച്ചു, ആകാശം പുസ്തകം ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എന്താണ് ഈ പറയുന്നത്? ആധുനിക ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു കഴിഞ്ഞു, ആകാശം ഏകദേശം 1600 കിലോമീറ്റർ കിളരത്തിലാണ്. നമ്മൾ ആകാശം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് 1600 കിലോമീറ്റർ വരെ കിളരമുണ്ട്. 1600 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ അത് സ്പേസിലോട്ട് അങ്ങ് ഫെയ്ഡ് ചെയ്യുക. അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറയുന്നത് 1600 കിലോമീറ്റർ ഈ ഭൂമി ഒരു പുതപ്പ് പോലെ പുതപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ദൈവം പുസ്തകം ചുരുട്ടും പോലെ ചുരുട്ടുമെന്ന് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് അല്പമായിട്ടിരുന്ന് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ. ഇത് ശ്രദ്ധിച്ചപ്പോൾ അറിയാതെ ദൈവത്തെ ആരാധിപ്പാൻ മനസ്സിനെ പ്രേരിപ്പിച്ചൊരു വസ്തുതയാണ്. ഈ 1600 കിലോമീറ്റർ ഉയരത്തിൽ ഈ വായുമണ്ഡലം നിലനിർത്തിയിരിക്കുന്നത് ദൈവം ആകാശത്തെ വാസ്തവത്തിൽ ഈ വിധത്തിൽ ക്രമീകരിച്ചത് ഭൂമിയുടെ വലുപ്പം കൊണ്ടാണ്. നമ്മള് വചനത്തിൽ വായിക്കുന്നുണ്ട്, സങ്കീർത്തനം 19:1 ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ദ ഫർമമെന്റ് ഡിക്ലെയർ ഹിസ് ഹാൻഡി വർക്ക്. അപ്പം ദൈവത്തിന്റെ ഒരു കരവേലയാണ് ഈ ഫർമമെന്റ് എന്ന് പറഞ്ഞാൽ, ആകാശമണ്ഡലം എന്ന് പറഞ്ഞാൽ. വീണ്ടും നമ്മള് ഉൽപ്പത്തി 1:6 ഈ ആകാശവിധാനത്തിന് മുകളിലുള്ള വെള്ളവും ആകാശവിധാനത്തിന് കീഴെയുള്ള വെള്ളവും, ഈ ഫേർമമെന്റിന്റെ മുകളിലുള്ള വെള്ളവും കീഴെയുള്ള വെള്ളവും. എന്നാൽ ഈ ഫേർമമെന്റ് എന്ന് പറയുന്ന ഈ അറ്റ്മോസ്ഫറിക് എയർ അത് ദൈവത്തിന്റെ കരത്തെ കാണിക്കുന്നുവെന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഞാൻ ഈ വസ്തുത വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു, ദൈവം ഭൂമിയെ മനുഷ്യന് വാസയോഗ്യമാക്കിയപ്പോൾ ഭൂമിയുടെ വലിപ്പം ആണ് അതിന്റെ ഈ ആകാശവലയം സൃഷ്ടിപ്പാനിടയായത്. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ വലിപ്പം അനുസരിച്ചാണ് അതിന്റെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, ആകർഷണ വലയം. ഈ ഭൂമി സൂര്യന്റെ വലിപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ആകാശ വിധാനം കുറച്ചുകൂടെ കുറഞ്ഞ് ഇത് ഏകദേശം 4 മൈലായി പോയന്. 1600 അല്ലെങ്കിൽ 500 മൈൽ എന്നുള്ളത് 4 മൈലായിട്ട് ചുരുങ്ങിയന്. എന്നാൽ അതിന്റെ കണക്ക് പറയുന്നത് ആ 4 മൈലായിട്ട് ചുരുങ്ങിയിരുന്നെങ്കിൽ മനുഷ്യന്റെ വലുപ്പം ഒരു അണ്ണാന്റെ വലുപ്പമായനെ, അറ്റ്മോസ്ഫറിക് പ്രഷർ കൊണ്ട്. എന്നാൽ ചന്ദ്രന്റെ വലുപ്പത്തിൽ ഭൂമി ചെറുതായിരുന്നെങ്കിൽ ഈ ഫേർമമെന്റിന്റെ വലുപ്പം വളരെ കൂടിയേനെ. അങ്ങനെ കൂടിയാൽ നമുക്ക് ജീവിപ്പാൻ ആവശ്യമുള്ള ജലാംശങ്ങളും മറ്റ് ഘടകങ്ങളും ഈ അന്തരീക്ഷവായു പിടിച്ചു വെക്കുവാൻ സാധ്യമല്ല അറ്റ്മോസ്ഫിയറിന്. അപ്പോൾ ഈ ഫേർമമെന്റ്, ഈ ആകാശവിധാനം മനുഷ്യന് വാസയോഗ്യമായി തീർക്കുവാൻ ദൈവം ഭൂമിയുടെ വലുപ്പം കൃത്യമായി സൃഷ്ടിച്ചതുകൊണ്ടാണ് ഈ ഫേർമമെന്റ് 1600 അല്ലെങ്കിൽ 500 മൈലില് നിൽക്കുന്നത്. ഇവിടെ വായിക്കുന്നു, ഇത് ദൈവം മനുഷ്യനുള്ള ഒരു കരുതലിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ജലാംശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി മഴ കിട്ടുവാന് മാത്രമല്ല, ഇതൊരു ബ്ലാങ്കറ്റ് പോലെ ലോകത്തെ പുതപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ശാസ്ത്രലോകം ഇന്ന് ഈ ഫേർമമെന്റിനെ 4ആയിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. ടോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. അതില് ഇങ്ങനെ 4 ഘടകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടെന്നും ഈ തെർമോസ്ഫിയറിലാണ് ഇന്ന് കാണുന്ന നമ്മുടെ ഈ പക്ഷികൾ പറക്കുന്നതും അതുപോലെയുള്ള പ്ലെയിൻ പോകുന്നതും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ പ്രതലത്തിലാണെന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഈ അന്തരീക്ഷത്തിന്റെ ഈ ക്രമീകരണം, ഈ ഫേർമമെന്റ് ക്രമീകരണമാണ് ഈ ഭൂമിയിൽ ഉൽക്കകൾ വന്ന് പതിക്കാതിരിക്കുന്നത്. ഈ ഭൂമി കഴിഞ്ഞ ദിവസം ഞാൻ TV-യിൽ ശ്രദ്ധിച്ചപ്പോൾ അതിനെക്കുറിച്ച് കാണുകയുണ്ടായി. ആദ്യമേ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഒക്കെ അയക്കുമ്പോൾ ഏറ്റവും പേടിച്ചിരുന്ന ഒരു വസ്തുത, ഈ ആസ്ട്രോയിഡ് ബെൽറ്റിനകത്ത് ഇത് പെട്ടിട്ട് ഈ ഉൽക്കകൾ അടിച്ച് ഈ സ്പേസ് ക്രാഫ്റ്റിനെ നശിപ്പിക്കുമോ എന്നവർ ഭയപ്പെട്ടു. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ഉൽക്കകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് 2 കോടി ഉൽക്കകൾ, ചെറുതും വലുതുമായിട്ട് 2 കോടിയെങ്കിലും ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ
ഒരു ദിവസം കടക്കുന്നുണ്ടെന്നാണ്, ഡെയിലി 2 കോടി. എന്നാൽ അതിലൊന്നും ഭൂമിയിൽ പതിക്കാത്തതിന്റെ കാരണം ഈ ഫെർമമെന്റാണ്. ഫെർമമെന്റിനകത്ത് ഇത് കയറി കഴിയുമ്പോൾ അതിന്റെ ആ ഫ്രിക്ഷൻ കൊണ്ട് അത് കത്തിപ്പോകും. അങ്ങനെ നമ്മൾ വാൽനക്ഷത്രങ്ങൾ കാണുന്നത് അത് കത്തിപ്പോകുന്നുണ്ട്. ഭൂമിയിൽ ഇത് പതിക്കാതിരിക്കുന്നത് ദൈവം ആ ഫെർമമെന്റിനെ ആ വിധത്തിൽ ക്രമീകരിച്ചുകൊണ്ടാണ്. എന്നാൽ പീഡന കാലഘട്ടത്തിൽ മനുഷ്യൻ ഇത്ര നന്മ കൊടുത്ത് ഒരു ബ്ലാങ്കറ്റ് പോലെ അവനെ പുതപ്പിച്ച് അവനെ സൂക്ഷിച്ചിട്ടും എൻ്റെ നന്മയെ അവൻ തിരസ്കരിക്കുകയാണെങ്കിൽ ദൈവം അന്നൊരു കാര്യം ചെയ്യും. ഇവിടെ വായിച്ച പോലെ പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ഈ അറ്റ്മോസ്ഫിയറിക് ഒരു പാർട്ട് ദൈവം അങ്ങ് ചുരുട്ടി മാറ്റും. ഇവിടെ 2 നമ്മൾ വായിച്ചു. യെശയ്യാ 34:4 ഈ 14 വാക്യത്തിലും പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. ഇത് മാറിപ്പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ 13 വാക്യത്തിൽ വായിച്ച പോലെ അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കുന്നത് പോലെ ആകാശത്തുനിന്ന് നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ മീറ്റോസ് ഭൂമിയിൽ വീഴും. 2 കോടി മീറ്റോസ് ഈ സ്പേസിൽ പ്രവേശിച്ചിട്ട് ദൈവം ഈ ഫെർമമെന്റ് ക്രമീകരിച്ചത് കൊണ്ട് അത് ഭൂമിയിൽ പതിക്കുന്നില്ലേ? ദൈവത്തിന്റെ ഒരു കരം കൊണ്ട് നമ്മളെ മൂടി സൂക്ഷിക്കുന്ന പോലെ മനുഷ്യന് വാസയോഗ്യമായ ഭൂമിയെ ദൈവം അങ്ങനെ ക്രമീകരിച്ച് സൂക്ഷിക്കുമ്പോൾ അവന്റെ നന്മകളെ തിരസ്കരിക്കുന്ന മനുഷ്യനൊരു പാഠം പഠിപ്പിക്കുവാൻ ആ ആകാശവിധാനത്തെ, അതിന്റെ ഒരു പാർട്ടിനെ അവൻ ചുരുട്ടി മാറ്റും. 2 വേദഭാഗങ്ങളിൽ വളരെ വ്യക്തമായി അത് ഓർപ്പിക്കുന്നു. ചുരുട്ടി മാറ്റുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് ഉതിർത്തിട്ട്. പഴുത്തു നിൽക്കുന്ന അത്തിവൃക്ഷം വലിയ കൊടുങ്കാറ്റടിക്കുമ്പോൾ ആ അത്തിപ്പഴങ്ങളൊക്കെ പടാന്ന് താഴോട്ട് വീഴുന്ന പോലെ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴും. ഈ മീറ്റോസ് ഒക്കെ ഭൂമിയിൽ പതിക്കും. ചന്ദ്രനെ നോക്കിയാല് ബൈനോക്കുലേഴ്സിന്റെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ മുഖമൊക്കെ, അതിന്റെ പ്രതലമൊക്കെ ഈ മസൂരി വന്ന ഫേസ് പോലെ മുഴുവൻ പോക്ട് മാർക്റ്റാണ്. അതിന്റെ കാരണം അത് മുഴുവൻ ഈ മീറ്റോസ് എന്ന് അടിച്ചതാണ്. ഭൂമിയിൽ അങ്ങനെ അടിച്ചിരുന്നെങ്കിൽ മനുഷ്യന് വസിക്കാൻ കഴിയുമായിരുന്നോ? ഇല്ല. കഴിഞ്ഞ 6000 വർഷമായി മനുഷ്യന് വാസയോഗ്യമാക്കി ഭൂമിയെ ദൈവം ക്രമീകരിച്ച് തന്ന് ഒരു ഉൽക്കകളും പതിച്ച് മനുഷ്യന് നാശം സംഭവിക്കാതെ ഈ ഫെർമമെന്റിനെ ദൈവം അങ്ങനെ ക്രമീകരിച്ചിരിക്കുമ്പോൾ മനുഷ്യൻ അവന്റെ നന്മയെ തിരസ്കരിച്ച് ഒരു ഉഗ്രകോപ ദിവസത്തിൽ ആ ക്രമീകരണം ദൈവം മാറ്റുമ്പോൾ ഈ ഉൽക്കകൾ ഭൂമിയിൽ വന്ന് ആഞ്ഞടിക്കും. ഭൂമിയിലോട്ട് ഈ മീറ്റോസ് ഒക്കെ വന്ന് വീഴുകയാണ്. ഇവിടെ അതാണ് വായിക്കുന്നത്, നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴും. അതുകൂടെ സംഭവിക്കുമ്പോൾ ഭൂമിയിൽ സംഭവിക്കുന്ന ഭയം എത്ര വലുതായിരിക്കും, മനുഷ്യൻ എത്ര ഭയപ്പെടും, അത് ചിന്തിപ്പാൻ ബുദ്ധിമുട്ടാണ്. യൂണിവേഴ്സൽ ടെററാണ്. അതിന്റെ 15 വാക്യത്തിൽ നമ്മൾ വായിച്ചു. ദൈവമായി എഴുതിയ പദം ഞാൻ ശ്രദ്ധിച്ചു. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും ദാസന്മാരും സ്വതന്ത്രന്മാരും എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ, ഭരണകർത്താക്കൾ, ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇന്നത്തെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്റേഴ്സും, ഇന്നത്തെ വലിയ അധികാരമുള്ള മിനിസ്റ്റേഴ്സും ഒക്കെ, സകല ഭരണകർത്താക്കളും, മഹത്വക്കളും സഹസ്രാധിപന്മാരും, മിലിറ്ററി ലീഡേഴ്സ്, ലോകത്തിന്റെ ലീഡേഴ്സ്, ലോകത്തിൽ വലിയ നേതൃത്വം കൊടുക്കുന്നവർ, വലിയ പണമുള്ള ധനവാന്മാർ, എന്തും നേടും എന്തും സാധിക്കുമെന്ന ചിന്തയിൽ ജീവിക്കുന്ന ധനവാന്മാർ, ബലവാന്മാർ, മാത്രമല്ല ചെറിയവരെ ഒഴിച്ചിട്ടില്ല, സകല ദാസനും സ്വതന്ത്രനും. ഇന്ന് വീമ്പിളക്കുന്ന മനുഷ്യൻ, ഭരണകർത്താക്കള്, മഹത്തുക്കള്, സഹസ്രാധിപന്മാരെ, ബലവാന്മാരെ, ലോകത്തിൽ വലിയ ബലവും പ്രാപ്തിയും ശേഷിയും സ്വാധീനതയുമുള്ള മനുഷ്യനൊക്കെ ഇങ്ങനെ ദൈവം ഭൂമിയെ നിലക്കുമ്പോൾ, ആ പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശത്തിന്റെ മണ്ഡലം ഒന്ന് ചുരുട്ടുമ്പോൾ ഇവരെന്നോ ചെയ്യും? അവരാണ് ഭയന്ന് വിറയ്ക്കുന്നത്. ഈ മഹത്തുക്കളാണ് ഗുഹകളിൽ പോയി ഒളിക്കുകയാണ്. കാരണം എന്നാ? വീടൊന്നുമില്ല, വീടൊക്കെ തീർന്നുപോയി. ഈ ഭൂമങ്ങൾ കൊണ്ട് വീടുമൊക്കെ തരിപ്പണമായി, ഈ ഉൽക്കളൊക്കെ പതിച്ച് മനുഷ്യന് വസിക്കുവാൻ ഈ ഭവനങ്ങളൊന്നുമില്ലാതായി പാറകളും ഗുഹകളിലും പാറയുടെ വിള്ളലിലും മനുഷ്യൻ ഓടി കയറുവാനായിട്ട് ശ്രമിക്കുകയാണ്. പയനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നരിപ്പനലി കടന്നു ചെല്ലുന്ന പോലെ ഈ കുഴികളിലും മറ്റും മനുഷ്യൻ കടന്നു ചെല്ലുവാനായിട്ട് ശ്രമിക്കും. വേണമെങ്കിൽ നോക്കാം, യെശയ്യാവ് 2. അന്ന് ദൈവത്തിന്റെ കോപ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡിനെ കുറിച്ച് പറയുകയാണ്. ഐസയ്യാ ചാപ്റ്റർ 2, ദ ഡേ ഓഫ് ദ ലോർഡ്. ഈ പറയുന്ന കാലഘട്ടം ദൈവം അന്ന് ഇടപെടുന്ന സന്ദർഭം ഐസയ്യാ ചാപ്റ്റർ 2 വേഴ്സസ് 12-20 വായിക്കണം. നമുക്കന്ന് 19-20 വായിക്കാം. 19. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവർ അവന്റെ ഭയങ്കരത്വ നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗുഹകളിലും മണ്ണിലെ പോതുകളിലും കടക്കും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ഭയങ്കരത്വ നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗുഹാരങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കടക്കേണ്ടതിന് തങ്ങൾ നമസ്കരിപ്പാൻ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ
മിഥ്യാമൂർത്തികളെ മനുഷ്യൻ ആ നാളിൽ തുരപ്പനിലേക്കും നരിച്ചീറിനും എറിഞ്ഞുകളയും. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവിൻ, അവനെ എന്ത് വില മതിപ്പാനുള്ളൂ. ഇന്ന് ഈ വിഗ്രഹങ്ങളെയൊക്കെ പൂജിച്ചും ആരാധിച്ചും വലിയ വില കൊടുത്തും ഒക്കെ ആരാധിച്ചിരിക്കുന്നത് എടുത്തെറിയുന്ന ഒരു നാള്. ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ തുരപ്പനും നരിച്ചീറിനും എടുത്തെറിയുന്നു. അതൊന്നും അവരെ രക്ഷിക്കില്ലെന്ന് മനസ്സിലാകും. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്, കുഞ്ഞാടിന്റെ കോപം, ദൈവത്തിന്റെ കോപം വന്നു കഴിഞ്ഞു. സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ചുള്ള ഭയം അവരെ ഭരിക്കും. ഇത് സ്വർഗത്തിലെ ദൈവമാണ്. ഈ വിഗ്രഹങ്ങളെ എടുത്തെറിഞ്ഞിട്ട് ഇവയല്ല, ഇത് സംസാരിക്കുന്നതല്ല, ഇവയ്ക്ക് ശക്തിയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം, ഇവിടെ അതാണ് വായിക്കുന്നത്, സിംഹാസനിരിക്കുന്ന മുഖം കാണാതെ വണ്ണം ഞങ്ങളെ മറപ്പേൻ, അവരുടെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പേൻ. അവരുടെ മഹാകോപ ദിവസം വന്നു. ദൈവത്തിന്റെ ആ കോപ ദിവസം കാരണം ഭൂമിയിൽ ആഗോളം വന്ന ദൈവദാസന്മാർ, മുദ്രയിടപ്പെട്ട ദൈവദാസന്മാർ, 7-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നു, അവർ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ് ആ കോപത്തെക്കുറിച്ചും. അന്ന് വിശ്വസ്തത പുലർത്തുവാനും അന്തിക്രിസ്തുവിനോട് കൂറുപുലർത്താതെ നിൽപ്പാനായിട്ടും പറയുകയാണ്. ദൈവം ഇത് വെളിപ്പെടുത്തുമ്പോൾ നമുക്കൊരു കാര്യം ഓർക്കാം, അന്ന് അവന്റെ ചിറകടിയിൽ നമ്മൾ എത്ര സുരക്ഷിതരായിരിക്കും. വളരെ വ്യക്തമായി അവൻ വാക്ക് പറഞ്ഞു, ഭൂമിയിൽ എങ്ങും വരുന്ന പരീക്ഷകാലത്ത് ഞാൻ നിന്നെ കാക്കും. തെസ്സലോനിക്ക ലേഖനത്തിൽ ഏർപ്പെടുത്തി, വരുവാനിരിക്കുന്ന കോപത്തിൽ നമ്മെ വിടുവിക്കുന്ന യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് നാം കാത്തിരിക്കും. നമ്മെ വിടുവിപ്പാൻ അവൻ വരും. എന്നാൽ അവനെ ഭയപ്പെടാത്ത, അവനെ ഇന്ന് തള്ളിക്കളയുന്ന മനുഷ്യൻ, അവന്റെ നന്മകൾ അനുഭവിച്ചിട്ട് അവനെ തിരസ്കരിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന ദുരന്തം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവരെ ഭരിക്കുന്ന ഭയം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഭയത്തോടെ, സ്നേഹത്തോടെ നമ്മുടെ ദൈവത്തെ സ്നേഹിക്കാം. അവന്റെ വലിയ നാമം മഹത്വപ്പെടും.